people are geared to coax, to twist, to plead and to intercede to get things from God. That is all what crusades and evangelistic meetings are. ഈ ക്രൂസേഡുകളിലും അതുപോലെയുള്ള യോഗങ്ങളിലും ഈ കേൾക്കുന്നത് ദൈവത്തെ ഏത് വിധത്തിൽ സ്വാധീനിച്ച് നമുക്ക് സമൃദ്ധി ഉണ്ടാകാം എന്നുള്ള ചിന്തകളാണ്. But when you read some of the ideas, some of the admonitions and advices that Jesus gave about money, എന്നാൽ പണത്തെ കുറിച്ച് യേശു നൽകുന്ന ചില പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും നാം പരിശോധിച്ചാൽ, we have read it many times, നാം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. but we don't want to hear that. എന്നാൽ അത് സംബന്ധിച്ച് കേൾക്കുവാൻ നമുക്ക് ഇഷ്ടമില്ല. Jesus was talking, sometimes in a manner that it really hurts us. യേശു ചിലപ്പോൾ സംസാരിച്ചതൊക്കെ നമ്മുടെ ഉള്ളത്തെ മുറിപ്പെടുത്തുന്ന നിലയിൽ. Woe unto you who are rich, he said. യേശു പറഞ്ഞു, ധനവാന്മാരെ, നിങ്ങൾക്ക് വരുന്ന ദുരിതം നിമിത്തം അയ്യോ കഷ്ടമെന്നാണ്. It's very difficult for a rich man to enter into the kingdom of God than for a camel to pass through the eye of ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് യേശു പറഞ്ഞു. He said, go and sell everything, give it to the poor and then only come. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്ന് യേശു ഒരിക്കൽ പറഞ്ഞു. When you read this, it all hurts us sometimes. ഇതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ മുറി വേദനിപ്പിക്കുന്നതായി തോന്നും. We thought we are a privileged section of the society by following Jesus. യേശുവിനെ പിൻപറ്റുക വഴി സമൂഹത്തിൽ നാം പ്രത്യേക പദവി അലങ്കരിക്കുന്നവരാണെന്നുള്ള ബോധ്യമാണ് നമ്മെ ഭരിക്കുന്നത്. And how does these teachings mold us? ഈ പഠനം എങ്ങനെയാണ് നമ്മെ സ്വാധീനിച്ചത്? If you ignore all these teachings of Jesus, then you get into a bad distortion about money. യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ പ്രബോധനങ്ങളെ നാം എല്ലാം മറക്കുന്ന പക്ഷം പണത്തെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ലഭിക്കുന്നത്. But if you are to be the eyewitnesses, the witnesses of His majesty, യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി നമുക്ക് ഇരിക്കണമെങ്കിൽ, one thing we have to decide in our life. ഇന്ന് രാത്രി നാം ഒരു കാര്യത്തിൽ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടതായിരിക്കുന്നു. If you have not decided about it till now, ഇതുവരെ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ നാം വന്നിട്ടില്ല എങ്കിൽ, let the Spirit of the Lord speak to you this night. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. When Jesus said nobody can serve God and mammon, യേശു കർത്താവ് പറഞ്ഞു, ഒരുത്തനും ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. And in most of the book the mammon, the M is capitalized. അനേക ഭാഗങ്ങളില് മാമോനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. New International Version, it is translated as money. Even there he put capital there. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ മണി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എം എന്ന ആ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. You know what that means? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Jesus is trying to tell you what you hold in your hand, a piece of paper, you call it $1, $5, $10, $100, any money, behind it there are evil powers. കർത്താവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പണം, ആ നോട്ടുകൾ, അത് വലിയതോ ചെറിയതോ ആകട്ടെ, അതിന്റെ പിൻപിലുള്ള ഈ തിന്മയാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ കഴിയുന്ന ഒരു സ്വാധീനത അതിനുണ്ട് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. It is like a false god or a false deity. ഒരു തെറ്റായ ദൈവം, ഒരു തെറ്റായ ദൈവത്വം. That means whatever God can do, money tries to do. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് പണം അത് ചെയ്യുവാൻ നോക്കുന്നു. Money will say, I can make you happy. പണം പറയും, എനിക്ക് നിന്നെ സന്തോഷവാനാക്കുവാൻ കഴിയും. I can make you prosperous. എനിക്ക് നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. I can give you security. എനിക്ക് നിനക്ക് സുരക്ഷിതത്വം തരുവാൻ കഴിയും. I am omnipresent. Everywhere I am needed. പണമെന്ന ഞാൻ എല്ലായിടത്തുമുണ്ട്, അവർക്കും ഇത് ആവശ്യവുമാണ്. I can give you freedom also. എനിക്ക് പണം പറയും, എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ കഴിയും. What we expect from God, sometimes money promises to give. നാം ദൈവത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ പണം അത് നമുക്ക് തരുവാൻ നോക്കും.
നോക്കുന്നു. That is why we have to be careful. അതുകൊണ്ടാണ് ഈ വിഷയം സംബന്ധിച്ച് നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത്. This night, what I want to transfer to you from what I received from the Lord. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചതും നിങ്ങൾക്ക് തരുവാനും ഞാൻ ഉദ്ദേശിക്കുന്നതുമായ വസ്തുത എന്തെന്നാൽ, next time when you hold a dollar bill in your hand, a money in your hand, don't ever think that it is neutral, inert, nothing to do. There is a power behind that. നിങ്ങളുടെ കയ്യിൽ അടുത്ത ബില്ല് പേ ചെയ്യുവാൻ പണം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് പ്രയോജനമില്ലാത്ത ഒന്നല്ല. അതിന്റെ പിൻപിൽ ഒരു തിന്മയുടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. You know, I heard that some of the people in United States gave a image of a Hanuman to Obama. ഒബാമയ്ക്ക് ഇന്ന് അമേരിക്കയിലുള്ള ചില ഇന്ത്യൻ സഹോദരന്മാർ ഹനുമാന്റെ ഒരു വിഗ്രഹം നൽകിയതിനെ കുറിച്ച് ഞാൻ അടുത്തയിടെ കേട്ടു. And it is said that they have put this idol in so many temples weeks together so that the power can rest in that. അനേക അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഇത് സംബന്ധിച്ച പൂജകളൊക്കെ നടത്തി. കാരണം അശുദ്ധാത്മ ശക്തി ഇതിന്റെ മേൽ, അങ്ങനെ ഹനുമാന്റെ ശക്തി ഇതിന്റെ മേൽ അങ്ങനെ ആവസിക്കേണ്ടതിന്. If power can rest behind an idol, ഒരു വിഗ്രഹത്തിന്റെ പിൻപിൽ ആ തിന്മയുടെ ശക്തിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ, we must also know, Satan knows this is the one that we handle, everybody handles, and if his power is behind that, he can influence them to take them to distract people away from God. ഇന്ന് രാത്രി പിശാചിന് ഒരു കാര്യം അറിയാം. നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പിൻപിലുള്ള തിന്മ, അതിന്റെ പിൻപിലുള്ള ആ തിന്മ ശത്രുവിന് ഏത് വിധം നമ്മുടെ ശ്രദ്ധേ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അതുവഴി കഴിയും എന്ന് പിശാചിന് നന്നായി അറിയാം. You please take the book of Ezekiel. Satan, Lucifer became Satan. That incident is related. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ലൂസിഫർ പിശാചായി മാറിയ സംഭവത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. Ezekiel 28:16. യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യം. Somebody can read that word, Ezekiel 28:16. യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. Please listen to this. This is very important. ഈ വാക്യം വളരെ പ്രാധാന്യമേറിയതാണ്. ആർക്കെങ്കിലും അത് വായിക്കാം. വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. Yes. See, most of the time we are taught Lucifer, because of his pride, because he decided, I will put my throne above the kingdom of God, I will raise myself above the stars. Because he became pride, he was pushed down to this earth. He was cursed and pushed down to this earth. പലപ്പോഴും നമ്മുടെ ചിന്ത ലൂസിഫർ അത്യുന്നതന്റെ മീതെ ഞാൻ എന്റെ സിംഹാസനം വെക്കും, അത്യുന്നതനോട് സമനാകുമെന്നവൻ ഉള്ളിൽ പറഞ്ഞ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം അവനെ സ്വസ്ഥാനത്ത് നിന്ന് തള്ളിയിട്ടത്, താഴെയിട്ടത് എന്ന് നാം ചിന്തിച്ചു. That is correct, 100% correct. അത് 100% ശരി തന്നെ. That is what we read in Isaiah 14 chapter. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും നാം വായിക്കുന്നത് അതാണ്. But here we have a new revelation. എന്നാൽ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നമുക്കൊരു പുതിയ വെളിപ്പാട് കാണുവാൻ കഴിയും. You know, God accuses Satan here, Lucifer here. ഇവിടെ ദൈവം ലൂസിഫറിനെ കുറ്റം ചുമത്തുന്നത് ശ്രദ്ധിക്കുക. You know, he says, through your widespread trade, abundance of trade. That's what King James version says. അവിടെ അവനെക്കുറിച്ച് അവിടെ പറയുന്ന നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം. And the 18th verse also says, 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, by your sins and dishonest trade. നിന്റെ അകൃത്യ ബാഹുല്യം മൂലം. You see, the word trade is used here 2 times. ഇവിടെ വ്യാപാരം എന്ന ആ വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. God says you have a widespread abundant trade. ഇവിടെ അകൃത്യ ബാഹുല്യവും വ്യാപാര ബഹുത്വത്തെ കുറിച്ചും ദൈവം പറയുകയാണ്. Lucifer is accused of dishonest trade and a widespread trade. ഇവിടെ അകൃത്യ ബാഹുല്യവും വ്യാപാരത്തിന്റെ ബഹുത്വവും 2 കുറ്റസംഗതികളാണ് ദൈവം ഇവനിൽ ചുമത്തുന്നത്. We don't know the details about this. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്കറിയില്ല.